അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ എന്നെ വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഞാൻ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറുണ്ട്. വളരെ രസകരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഈ അടുത്ത് ഞാൻ കണ്ടത് ഒരു കല്യാണ ആർഭാടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് സംസാരിക്കാം. ഇരുന്ന് കഴിക്കുക. അതേപോലെ അങ്ങേപ്പുറത്ത് ബഫ ഉണ്ട്. ആ പൊറാട്ട, വെള്ളപ്പം, നൂൽപുട്ട്, അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ വേറെ ഉണ്ട്. അതിക്കുള്ള കുറുമ കറികൾ, ഐറ്റംസുകൾ അതൊക്കെ വേറെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കേണ്ടവർക്ക് നിന്ന്, എങ്ങനെ കഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ കഴിക്കാനുള്ള രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിക്കാഹ് നടത്തിയ തങ്ങളടുത്ത് പോയിട്ട് ഞാൻ കുറെ നിർബന്ധിച്ച് നോക്കി എങ്ങനെയെങ്കിലും അവിടെ ഒരു സീറ്റ് കിട്ടുമെന്ന്. പിന്നെ സീറ്റ് ഇല്ലാത്ത കാരണം അത് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഏതായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മൾ ഇരുന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നുള്ളി പൊറുക്കി തിന്ന് അൽഹംദുലില്ലാഹ് അടിപൊളിയായിരുന്നു ഫുഡ്. കല്യാണം റാഹത്തായി ഉഷാറായി കഴിഞ്ഞു. പിന്നെ എല്ലാം കഴിഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടില്ലേ, വീഡിയോ കഴിഞ്ഞിട്ടില്ല, വീഡിയോ കുറേ സമയമുണ്ട്. ഒരുപാട് ഐറ്റംസുകൾ ഇതിൻ്റെ ഉള്ളിൽ ചായപ്പീടിയ ഉണ്ട്, മുട്ടായിപ്പീടിയൊക്കെ ഉണ്ട്. മുട്ടായിക്കടയൊക്കെ ഉണ്ട്. മുട്ടായിക്കടയൊക്കെ ആ ലേസുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രീ ആണ്. കുട്ടികൾ ഇങ്ങനെ പീടിയെന്ന് വന്ന് മായി പോകണം, അതിൽ മായി പോവുക, പൈസ കൊടുക്കാതെ. ചായപ്പീടികൾ, മുട്ടായിപ്പീടികൾ, അങ്ങനെ എല്ലാ ഐറ്റംസുകളും അങ്ങാടിക്ക് കോഴിക്കോട് മിഠായി തെരുവുകാട്ടൊക്കെ ഇറങ്ങി അങ്ങനെ ഉണ്ടാവും. എല്ലാ ഐറ്റംസും ഉണ്ടാവും. എല്ലാ തുണിയും കുപ്പായും മുട്ടായും ചീർപ്പും വളയും മാരിയും ചെരുപ്പും അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു സംഭവമാണ്. അപ്പം ഈ സെറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങണം. കോടിക്കണക്കിന് റുപ്യേൻ്റെ മുടക്കമുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു ഞാൻ ഫുള്ള് വിട്ടിട്ടില്ല. ഫുള്ള് വിടാൻ നമുക്ക് പറ്റൂലല്ലോ, അത് യൂട്യൂബിലുണ്ടാവും വീഡിയോ. അപ്പം അതിന് ഞാൻ സ്പീഡൊക്കെ കൂട്ടി വിട്ടേക്കാണ്. കാരണം അത് അങ്ങനെ എടുത്തിടാൻ പറ്റില്ല ഒരാളെ വീഡിയോ യൂട്യൂബിൽ. നമ്മളെ ചാനലിനാണ് കട്ടായി പോകും. അതുകൊണ്ട് അതിക്ക് മുഴുവൻ കാണിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ എത്രയോ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കണം. ഇപ്പോൾ അടുത്തൊരു ദിവസം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ സുഹൃത്തിൻ്റെ മകളൊരു കല്യാണം നടക്കുക. മുജാഹിദ് ആട്ടോ ടീം, മുജാഹിദ് ആശയക്കാരാട്ടോ. അപ്പോൾ അവർക്ക് തലേന്ന് തന്നെ വന്നിട്ട് മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ വന്ന് ക്ലാസ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവൻ്റെ വീട്ടിലേക്ക് രാത്രി ഒരു ക്ലാസ് കട്ടൻ ചാടിച്ചാൽ വേണ്ടി ഇടയ്ക്ക് കയറും. ഇടയ്ക്ക് ചെന്ന് കണ്ടേ ഇനി ചെന്നില്ല എന്നുള്ള പരാതി ഉണ്ടാകുന്നില്ല. ഇടയ്ക്ക് ആ വീട്ടിൽ കയറി. അപ്പോൾ ചെന്നപ്പോൾ അവിടെ 5-6 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മാറി ഇരുന്ന് ഒരു സിഗരറ്റൊക്കെ വെച്ചു. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, സുഹൃത്തിനോട് ആലോചിച്ചു, അത് പണ്ഡിതന്മാർ വന്നാൽ എന്തിനു വന്നാൽ ചോദിച്ചു. പിന്നെ ക്ലാസ് തരാൻ വേണ്ടി വന്നാൽ നാളത്തെ കല്യാണത്തിന് ഗാനപാടുണ്ടാകരുത്, ഓവർ ആക്ടിങ് ഉണ്ടാക്കരുത്, ഓവർ ഭക്ഷണം ഉണ്ടാക്കരുത്, തൂർത്തുണ്ടാകരുത്, ആഡംബരം ഉണ്ടാകരുത്, ഒന്നും ഉണ്ടാകരുത് എന്നുള്ള ക്ലാസ് തരാൻ വേണ്ടി വന്നാണ്. ക്ലാസ് തന്നു വെച്ച് ആ ക്ലാസ് തന്നു നല്ലത് ഇജാ കേക്ക് വെച്ച് ആ രീതി തന്നെ ഞാൻ മുന്നോട്ട് പോകുള്ളത്. ഏകദേശം ആ രീതി തന്നെയാണ് അയാൾ ആ കല്യാണം നടത്തിയത്. ഇന്നിപ്പോൾ ഇനി തൊട്ടപ്പുറത്തൊരു വിവാഹം വേറെ നടക്കുന്നുണ്ട്. അത് മതപരമായിട്ട് അറിവില്ലാത്തതിൻ്റെ പേരിലുള്ള ഒരു കല്യാണം. മതപരമായിട്ട് അറിവ് കുറവായി കൂടുതലുണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് യൂട്യൂബിലൊക്കെ ഞാൻ ഈ വയലുകളും കുത്തുബകളൊക്കെ കുറേയൊക്കെ കേൾക്കും. നല്ലതൊക്കെ ആണെങ്കിൽ കേൾക്കും, അല്ലാത്തൊക്കെ ഒഴിച്ചിടും. അപ്പം എനിക്ക് കൂടുതൽ അറിവുണ്ട് പറഞ്ഞാൽ. അപ്പോൾ മതപരമായിട്ട് കൂടുതൽ അറിവില്ലാത്ത ഒരു വിവാഹം നടക്കുന്നുണ്ട്. അത് 2-3 ദിവസമാണ്. ഇന്നുണ്ട്, നാളുണ്ട്, മറ്റന്നാളുണ്ട്. ഇന്ന് ഏതോ ഒരു പിന്നെ മാട്ടുമ്മലോ എന്തൊക്കെയാണ്, മാട്ടുമ്മൽ പിന്നെ എന്തോ മഞ്ഞൾ കല്യാണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു പാവപ്പെട്ട കുടുംബമാണ്. നാളെ തലേന്ന് കല്യാണം വ്യാഴാഴ്ചയാണ്. അപ്പോൾ തലേന്ന് വീട്ടിൽ കല്യാണം, അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച കല്യാണം. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. 3 പരിപാടി ഇട്ടാണ് കല്യാണം. സാധുക്കളാണ്, വലിയ ആസ്തി കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം. ഇത് മതപരമായിട്ടുള്ള അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയില്ല, അതോ പറഞ്ഞു കൊടുത്തത് അവഗണിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഏതൊക്കെ പോട്ടെ, അതൊന്നുമല്ല ഇപ്പം നമ്മുടെ വിഷയം. നമ്മളെ വിഷയം ഇതാണ്. മതപരമായിട്ട് അറിയുന്ന ആളുകളെ പങ്കെടുത്തില്ല. ഏതോ തങ്ങളാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പേര്, ഏത് തങ്ങളാണ് ഈ നിക്കാഹ് ചെയ്ത് കൊടുത്തത്. വേറെ മൂല്യന്മാരൊക്കെ ഉണ്ട്. ഈ തങ്ങന്മാർക്കും മൂല്യന്മാർക്കും ഒക്കെ അറിയില്ലേ, ഇത്രയും വലിയ സെറ്റപ്പുള്ള ആ ഇതിൽ വന്നിട്ട് ഞങ്ങൾ ഈ നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല അറിയില്ലേ? ഇവർക്ക് അറിയാതെ പോയതാണോ? അതോ ഒരു വിവാഹത്തിന് നിശ്ചയത്തിന് 5000-1000 ആണ് കിട്ടണമെങ്കിൽ ഇയാളെ വക 1 പവനോ 2 പവനോ കിട്ടിയോ? നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ഉസ്താദന്മാർക്ക് സംശയം ചോദിക്കാട്ടോ. കേട്ടില്ലേ? അപ്പോൾ ഏതോ ഒരു കല്യാണത്തിന് അദ്ദേഹം പങ്കെടുത്തു. ആ കല്യാണം മുജാഹിദിൻ്റെ മൗലവിമാർ തലേ ദിവസം വന്ന് ക്ലാസ്സൊക്കെ എടുത്ത് അനാവശ്യവും ആഭാസത്തരങ്ങളൊന്നും കല്യാണത്തിന് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഭംഗിയോടുകൂടിയാണ് ആ കല്യാണം നടന്നത് എന്നും അതിൽ നിന്നെന്ത് ചെയ്തു, മുജാഹിദ് ടീമിനെ ഒഴിവാക്കി. വേറൊരു കല്യാണം അദ്ദേഹം ആ വീഡിയോസാണ് കാണിക്കുന്നത്. ആ കല്യാണത്തിന്
വല്ലാത്ത അനാവശ്യങ്ങളായിരുന്നു ചിലവ്, ആർഭാടം എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ എന്ത് നടന്നാലും അതിനൊക്കെ ഉത്തരവാദി ആരാണ്? മതപണ്ഡിതന്മാരാ. എന്നാൽ കാക്ക അടുത്ത് ഞാൻ കാരണം കാക്ക ഈ ചാനൽ അങ്ങ് അടച്ചു പൂട്ടിയേക്ക്. കാക്ക എന്നും രാവിലെ ഒരു പുതിയൊരു ചാനൽ തുടങ്ങി, എന്നും രാവിലെ സൂറത്ത് യാസീന് ഓതുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. താങ്കളുടെ വീഡിയോസ് ചെയ്യുമ്പോൾ എന്തേ താങ്കൾക്ക് ദീൻ ആവശ്യമില്ലേ? താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്ക്. ഇറച്ചിക്കടന്റെ ഉദ്ഘാടനം നാളെ മീൻ പീടിന്റെ ഉദ്ഘാടനം ഉണ്ട്. നമ്മൾ ചെറിയൊരു ബ്ലോഗർ അല്ലേ, നമുക്ക് അതൊക്കെ അല്ലേ കിട്ടുള്ളൂ. അല്ല നമ്മൾ സെലിബ്രിറ്റി ഇട്ടേ, നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഉദ്ഘാടനം അതിന് പോണം? ഇങ്ങനെയാ പോണത്? മനുഷ്യന്മാര് കളിയാക്കി ഇവിടെ ഏത് ഡ്രസ് ഇട്ട് കാട്ടി നമുക്ക് പോകാം. ഇന്നലെ കണ്ടിലേക്ക് മാതൃഭൂമി ചാനൽ, 24 ചാനൽ, റിപ്പോർട്ടർ ചാനൽ, മീഡിയ വണ്ട് ചാനൽ, മനോരമ ചാനലിലൊക്കെ പറഞ്ഞിട്ട് ഏത് ഡ്രസ് ഇട്ട് കാട്ടും എങ്ങനെ ഇറക്കാം? അത് ഒരു മൗലിക അവകാശമാണ്. കണ്ടില്ലേ ആളുടെ വീഡിയോ? ഇതിന് ഉത്തരവാദി ഏത് മതപണ്ഡിതനാണ്? അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജമാഅത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് അവിടുത്തെ മതപണ്ഡിതൻ നിർദ്ദേശിക്കണ്ടേ? അത്രയും മോശമായ ഒരു വീഡിയോ അല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഒരു ആഭാസത്തരം. അപ്പം സ്വന്തം കയ്യിൽ വലിയ പാമ്പിനെ വെച്ചിട്ട് ചെറിയ ചെറിയ ചേരകളെ തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാകുന്നു? നിങ്ങളുടെ കയ്യിൽ വലിയ വിഷം തീണ്ടുന്ന പാമ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുക. എല്ലാ തെറ്റുകുറ്റങ്ങളും നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ഒരു വീട്ടിൽ കല്യാണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രകാരം ഭക്ഷണം കൊടുക്കട്ടെന്ന്, ആ നിലയിൽ നല്ല അറ്റ്മോസ്ഫിയറോടുകൂടി ജനങ്ങൾക്ക് വന്ന് ആസ്വദിച്ച് കഴിക്കുന്ന രൂപത്തിലായിക്കോട്ടെ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? അതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാൾക്ക് മട്ടനും ചിക്കനും ബീഫും ഒക്കെ കൊടുക്കാൻ പറ്റുന്നേ കൊടുക്കട്ടെന്ന്. ഇനി ഒരാൾക്ക് പറ്റുന്നത് ചിക്കൻ ബിരിയാണി മാത്രമേ പറ്റുന്നുള്ളൂ, അങ്ങനെ ചെയ്യട്ടെ. പഴയ കാലം പണ്ടൊക്കെ ഈ കുഴി കുത്തി അതിൽ ഇലയിട്ട് അതിലായിരുന്നു കഞ്ഞി കുടിച്ചിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ആ കാലങ്ങളൊക്കെ മാറി, പിന്നെ ഇലയായി, പിന്നത് പാത്രങ്ങളായി, അതും മാറി ഇപ്പോൾ പുതിയ പുതിയ സംവിധാനങ്ങളായി. അതെല്ലാം കാലങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമാക്കിയെടുത്ത് നമ്മുടെ കയ്യിലുള്ള അതിനേക്കാൾ പ്രശ്നമുള്ളതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. ഞാനതിനൊന്നും ന്യായീകരിക്കുകയല്ല, 100% ന്യായീകരിക്കുകയല്ല. എന്നാൽ ഒരാളുടെ സൗകര്യപ്രകാരം എന്ത് ചെയ്യാം? കല്യാണങ്ങളൊക്കെ നടത്താം. ആഭാസത്തരങ്ങളും അനാവശ്യങ്ങളൊന്നും പാടില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയില്ലേ, 2 കാലിൽ മന്തുള്ളവൻ ഒരു കുഴുനകമുള്ളവനെ കുറ്റം പറയുന്ന ശൈലി ഒഴിവാക്കണം. അല്ലാഹു തആല നമ്മളെയൊക്കെ നല്ല അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പണ്ഡിതന്മാരെ അവരെ എന്ത് ചെയ്യുക? പാവപ്പെട്ട വെറുതെ വിട്ടേക്ക്. അവർ 10, 15, 11 ഒക്കെ ശമ്പളത്തിലിരിക്കുന്ന സാധുക്കളാണ്. നിങ്ങൾ കാണിക്കുന്ന തമ്മാടിത്തരങ്ങളും വേണ്ടാവൃത്തികളുമൊക്കെ അതിനെല്ലാം ഉത്തരവാദി പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ച് മാറ്റുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.